അപ്പോൾ നിങ്ങൾ പറയാനുള്ളത് ഒരു കാര്യം പറയണം, മനസ്സിലായില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ജാഫർ, ഇനായത്ത്, സൗദ്, സഫ്വാൻ, അപ്പോൾ അത് അഫ്സർ, ചെറുമുക്കുള്ള ആൾക്കാരെ പറഞ്ഞത്. അപ്പോൾ ഇസ്മായിൽ, പാലക്കാട് ഇസ്മായിൽ, ഈ 6 ആൾക്കാരെ തല വെട്ടിയാണ്. തല 2 കഷ്ണമാക്കിയാണ് വെട്ടി, മനസ്സിലായില്ലേ? ഇന്ന് പമ്പോസിനെ അവിടുന്ന് ചമ്മാടിനെ വരുന്ന അടിയിൽ ആ വട്ടി ബൈക്കിട്ടുള്ള ഒരു കാലനെ വന്ന് സൈഡായിക്കാണ്ട് അരുവ് നിർത്തിക്കാണ്ട് ഞാനിങ്ങനെ കുറുകെ വരികയെന്ന്, സൈക്കിളും വരികയെന്ന്. അപ്പോൾ ബൈക്കിൽ പുറത്തോട്ട് വന്ന് എന്നെ ചതിക്കാൻ നോക്കി, എന്നെ കൊല്ലാൻ നോക്കി. 1500 രൂപ ശമ്പളം വാങ്ങണം, 10 ഉറുപ്പിക ഉണ്ടാക്കില്ല. 1000 ആൾക്കാരെ കൊല്ലുന്നുണ്ട്. ഒരാളെ കൊല്ലണേ 1000 ആൾക്കാരുണ്ടാവും, മനസ്സിലായില്ലേ? ഒരാളെ കൊല്ലണേ 1000 ആൾക്കാരുണ്ടാവും. മനുഷ്യൻ്റെ ഇറച്ചിക്ക് വളരെ വില കമ്മിയാണ്. കൊന്നു കൂടുമ്പോൾ ചെറുകിൽ പള്ളിക്കകത്തൊക്കെ ഞാൻ കൊന്നിട്ടാണ്, മനസ്സിലായില്ലേ? ചെറുമ്പ് പള്ളിക്കകത്ത് പോകുമ്പോൾ ചെറുമ്പ് പടിഞ്ഞാറുകളൊക്കെ ഞാൻ കൊന്നിട്ടതാണ്, മനസ്സിലായില്ലേ? 1000 ആൾക്കാർ വരും ഒരാളെ കൊല്ലാൻ, മനസ്സിലായില്ലേ? എൻ്റെ അടുത്ത് പണം പൈസകളാണ്, കൊന്നുള്ളൂ, മനസ്സിലായില്ലേ? ഒന്ന് കൊലവിളിക്കും. ചെറുമ്പും കൊടിഞ്ഞെങ്കിൽ കുത്തിരിയാ അനുഭവം മാറ്റാൻ പോകുമ്പോൾ അതുകൊണ്ട് എനിക്ക് പോയി മയിര് നഷ്ടപ്പെടാനില്ല. മയിര് നഷ്ടപ്പെടാൻ രാജ്യത്ത് ശമ്പളം വാങ്ങുന്ന ആളാണ്, ലോകം ഭരിക്കുന്ന ആളാണ്. എനിക്ക് കേരള, ഇന്ത്യ മാത്രമല്ല, ലോകത്ത് വലിയ വലിയ രാഷ്ട്രം റഷ്യ, അമേരിക്ക, അത് മാത്രമല്ല ഇംഗ്ലണ്ട്, അമേരിക്ക ഒക്കെ ഇന്ന അറിഞ്ഞ ആൾക്കാരാണ്, കൂടുതൽ ആസ്തികളാണ്, മനസ്സിലായില്ലേ? അപ്പം പറഞ്ഞ മാതിരി ഞാൻ അനുഭവം വിട്ട് താഴെ ചുട്ട് കരി ചാമ്പല, മനസ്സിലായില്ലേ? ഞാൻ സ്വഭാവം നിനക്കറിയില്ല. ജാഫർ, ഇനായത്ത്, സൗദ്, സഫ്വാൻ, അതുപോലെ തന്നെ ഇനായത്ത്, അത് മാത്രമല്ല അഫ്സർ, ഇസ്മായിൽ, ഇവരെത്ര ആൾക്കാരെ തല വെട്ടിപ്പോയി ചെറുമുക്കിൽ. ഇവർ കുട്ടികളും മക്കളൊക്കെ അവർ ഭാര്യ മക്കന്മാർ പണിയാൻ പോയി, എന്നെ പണ്ടാൻ നിൽക്കണം, തല വെട്ടിപ്പോയി തന്നെ. ഞാൻ അവരെ കുട്ടികളെയും മക്കളെയും കുടുംബത്തോടെ വിഷം വെക്കും. കുതിരട്ട് കണ്ടില്ലേ? ജയരാജൻ തല വെട്ടി, ബസീറിനെ തല വെട്ടി, ജാതികാന്റെ തല വെട്ടി, അവർ കുടുംബത്തോടെ വിഷം വെച്ച്. ഷാജി, മനോജ്, വിനോദ്, വിനയ്കുമാർ, സതീശൻ, അത് മാത്രമല്ല അനിൽ, അത് മാത്രമല്ല ഭാസ്കരന്, ഡൂടി അല്ലുകുട്ടി, വിനയ്കുമാർ, ഇവരൊക്കെ തല വെട്ടി 2 കഷ്ണമാക്കിയല്ലേ? അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ആദ്യത്തെ ശമ്പളമാണ്. ഭാര്യ, മകള്, ചിണ്ടു, ശ്രേയ, അപ്പോൾ തന്നെ ഗീത, ഇതിലൊന്നും ബന്ധമില്ല. എനിക്ക് മറ്റേ ബന്ധമുള്ളൂ, അവർക്കൊന്നും യാതൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞ മറന്നോളാം. കേരളം ചെറിയൊരു കൊച്ചു കേരളം അല്ലെങ്കിൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ ചമ്മാട് കൊടിഞ്ഞിങ്ങ് താന്നൂരല്ലെങ്കിൽ ലോകം അറിയപ്പെട്ട ആളാണ്. എൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യം നോക്കുന്ന ആൾക്കാർ ലോകത്ത് പല കാര്യം നേടാണ്ട്, മുന്നോട്ട് പോകാണ്ട്, മുന്നോട്ട് സഞ്ചരിക്കാണ്ട്. ഒരാളെ കൊല്ലാൻ 1000 ആൾക്കാർ വരും. എന്നെ കൊല്ലാൻ ലോകത്ത് ആർക്കും, ഇന്ത്യക്കാർക്കും കേരളക്കാർക്കും കഴിയില്ല, വേറെ ആർക്കും കഴിയില്ല, മനസ്സിലായില്ലേ? മനസ്സിലാക്കി ജീവിക്കാൻ മുന്നോട്ട് പോവുക. മനസ്സിലാക്കി ജീവിക്കാനൊന്നുമില്ല. ഇനി പരിപാടികൾ ചെയ്യാൻ പോകണം, കുറേ പരിപാടി ചെയ്യാൻ പോകണം, മനസ്സിലായില്ലേ? പിന്നെ ഗീതയെ കത്തെഴുതി, കത്തി കിട്ടിയെന്ന് പറഞ്ഞു. അവൾ തിരിച്ച് മറുപടി അയക്കാമെന്ന് പറഞ്ഞു. എന്നാ അറിയില്ല, ചുണ്ടും ഗീതിയും വീട്ടിൽ വരുന്നുണ്ട്. റിയാസ് അനിയൻ ഗൾഫിൽ പോകണം. അനിയൻ പോയാൽ ചുണ്ടു റിയാസ് വീട്ടിൽ വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ സോൾവ് ആയിക്കൊണ്ട് വീട്ടിൽ വന്ന് നിൽക്കാനുള്ള പരിപാടിയാണ് എനിക്ക്. അവിടെ പോയി നിൽക്കാനാണ്, കീശ്ശേരി പോയി നിൽക്കാനാണ് അവർ പറഞ്ഞത്. പക്ഷേ കീശ്ശേരി ഞാൻ പോയി നിൽക്കണില്ല, ഇവിടെ വെറ്റെന്നുള്ള അഭിപ്രായം. ചെറുക്കിൽ തന്നെ നിൽക്കട്ടെ. ഞാൻ ചിലപ്പോൾ കീശ്ശേരി പോയി അവിടെ താമസം മാറ്റും. കീശ്ശേരിക്ക് താമസം മാറ്റും, ചെറുവും പൊടിഞ്ഞാൽ ഞാൻ വിടുകയാണ്. ഇപ്പം ഉമ്മാനെ അടക്ക് വിടും. ഇപ്പം കാലാക്കാരുണ്ടാവില്ലല്ലോ, 30 വയസ്സായാലും മുട്ടക്ക് ആയുസുള്ളതല്ലേ. ഇപ്പം ഇമ്മാന് കാര്യമില്ലല്ലോ.